മോഹൻലാൽ ശ്രീനിവാസൻ കോമ്പിനേഷനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ആൻഡ് മമ്മൂട്ടി ശ്രീനിവാസൻ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ അർത്ഥം, പത്തേമാരി, ബെസ്റ്റ് ആക്ടർ, മഴയത്ത് മുമ്പേ അങ്ങനെ ഒരുമിച്ച് വന്നതിൽ മിക്കതും സീരിയസ് മോഡിലുള്ളതായിരുന്നെങ്കിലും ആ ഒരു ജോഡിയും നൈസാണ്. പക്ഷെ നമ്മുടെ 3 സൂപ്പർ സ്റ്റാർസിൽ ശ്രീനിവാസനുമായി കൂട്ടത്തിൽ ഏറ്റവും കുറവ് കോമ്പിനേഷൻസ് ചെയ്തതിൽ തന്നെ ആ കോമ്പിനേഷൻ ഒട്ടും വർക്കൗട്ട് ആവാത്തതുമായ ഒരു ജോഡിയായിരുന്നു സുരേഷ് ഗോപി ശ്രീനിവാസൻ. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു 2000-ൽ പുറത്തിറങ്ങിയ പൈലറ്റ്സ് എന്ന സിനിമ. പണ്ടെപ്പോഴോ ടിവിയിൽ കണ്ടതാണ്. ഞാൻ തന്നെ ഈ പടത്തെ പറ്റി മറന്നിരിക്കുകയായിരുന്നു. എന്നാൽ നമ്മുടെ ഒരു ഫോളോവർ ആണ് ഈ എടുത്ത് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഈ ശ്രീനിവാസൻ സുരേഷ് ഗോപി ടീം നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, ഗുരു പോലുള്ള സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു 1-on-1 കോമ്പിനേഷനിൽ അഭിനയിച്ച 2 സിനിമകളേ ഉള്ളൂ. അതിലൊന്ന് ആനവാൽ മോതിരം, മറ്റൊന്ന് ഈ സിനിമ. തീർച്ചയായും ആനവാൽ മോതിരം ഒരു നൈസ് പടമായിരുന്നു. ശക്തനും ധൈര്യശാലിയുമായ ജൂനിയർ ഓഫീസറായി സുരേഷ് ഗോപിയും പേടിത്തൊണ്ടനായ ഒരു സീനിയർ ഓഫീസറായി ശ്രീനിവാസനും ആ സിനിമയ്ക്ക് ഒരു കറക്റ്റ് ചോയ്സ് ആയിരുന്നു. പക്ഷേ അത് മാറി പൈലറ്റ്സിലേക്ക് എത്തുമ്പോൾ ഇവരുടെ ഈ ഒരു കോമ്പിനേഷൻ ഒട്ടും കൺവിൻസിംഗ് ആയിരുന്നില്ല. ആൻഡ് എനിക്ക് തോന്നിയ മറ്റൊരു വിചിത്രമായ കാര്യം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ്ലി ശ്രീനിവാസന്റെ അഭിനയത്തിൽ ഒരു ഈസിനെസ് ഉണ്ട്. പക്ഷെ ആദ്യമായി അതില്ലാതെ പുള്ളിയെ ഞാൻ കണ്ടത് ഈ ഒരു സിനിമയിലായിരുന്നു. മേ ബി അത് സുരേഷ് ഗോപിയുമായുള്ള ഒരു കോമ്പിനേഷൻ പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നഷ്ടപ്പെട്ടു പോയതാവാം. ഇനി അല്ലെങ്കിൽ എനിക്ക് മാത്രമാവാം ഇങ്ങനെ തോന്നിയത്. എനിവേസ്, മുമ്പ് ഞാൻ സ്റ്റാലിൻ ശിവദാസ് എന്ന മമ്മൂട്ടി സിനിമയെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തപ്പോൾ ഇതൊക്കെ ഏത് പടം, ആദ്യമായിട്ടാണ് ഇതിനെപ്പറ്റിയൊക്കെ കേൾക്കുന്നത് എന്നുള്ള ഒരുപാട് കമന്റുകൾ ഉണ്ടായിരുന്നു. സോ ആ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ സിനിമയെ പറ്റി അറിയാത്തവരും ഉണ്ടായിരിക്കാം. എനിവേസ്, നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഈ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.